ഭക്തിയുള്ളവർക്ക് ഒറ്റ പ്രസംഗം മതി മാനസാന്തരപ്പെടാൻ, സ്നാനപ്പെടാൻ. ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്നവർക്ക് 1000 പ്രസംഗം കേട്ടാലും മാനസാന്തരപ്പെടുകയുമില്ല, സ്നാനപ്പെടുകയുമില്ല. ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരാണ് ഭക്തിയുള്ളവർ. ഭക്തിയില്ലാത്തവർ വേഷം ധരിച്ച് പാരമ്പര്യം പറഞ്ഞ് ഓരോന്നിനും ചാക്കുപോക്കുകൾ പറഞ്ഞ് ആമേൻ എതിർത്ത് പറഞ്ഞ് വാദപ്രതിവാദം നടത്തി കാലങ്ങളെ കടത്തിവിടും. എന്നാൽ ഞാൻ പറയട്ടെ, ഒരിക്കൽ പോലും യേശു എന്ന് കേട്ടിട്ടില്ലാത്ത കോടാനുകോടി ജനങ്ങൾ ലോകത്തിലുണ്ട്. അവർ യേശുവിനെ കുറിച്ച് കേൾക്കെ അവർ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്കെത്രയോ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ പലപ്പോഴും പ്രസംഗം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നത്, ആമേൻ, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, എൻ്റെ വചനത്തിനായി വിശന്ന് ദാഹിച്ചുകൊണ്ട് ആമേൻ ഒരു ദിശയിൽ നിന്ന് മറുദിശ വരെ നീ അലഞ്ഞോടിയാൽ പോലും ഈ വചനമെന്ന അപ്പം നിനക്ക് ലഭിക്കയില്ല. ഈ കിട്ടാത്ത കാലം വരുവാൻ പോകുകയാണ്. എന്നാണത്? പരിശുദ്ധാത്മാ സമയം കൊണ്ട് എടുത്തുകൊള്ളപ്പെട്ട ശേഷം നീ അതിന് യോഗ്യനായി തീരാതിരുന്നാൽ, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ, നീ സ്നാനപ്പെടാതിരുന്നാൽ ഈ ഭാഗ്യം നീ നഷ്ടപ്പെടുത്തും. എന്ന് പ്രസംഗം കേൾക്കുന്നു, നാളെ ആകട്ടെ, അടുത്ത മാസം ആകട്ടെ, പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് നാളുകൾ നീട്ടിവിടുന്ന നിനക്ക് നിന്റെ ജീവനെക്കുറിച്ച് ഗ്യാരണ്ടി ഉണ്ടോ? അല്ല, കർത്താവിന്റെ വരെ 1 മാസം കഴിഞ്ഞ് മാത്രമേ ആകാവൂ എന്ന് നിനക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതിനാൽ ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ.